ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ചൂണ്ടിടാൻ പോണേണ്. അങ്ങനെ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് റോഡ് റീലും അങ്ങനെ ഞങ്ങൾ കുളത്തിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കാസ്റ്റിംഗ് ഇവനാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇവനാണ് ഗൈസ് കാസ്റ്റിംഗ്. വാഴ അങ്ങനെ ഫൈനലി ചൂണ്ട ചെന്ന് അവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഏതോ പുല്ലിൽ കുടുങ്ങി. കുറേ നേരമായി ഞങ്ങൾ ഫ്രോഗ് എടുക്കാൻ നോക്കണത്, കിട്ടണില്ല. അവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഫൈനലി ഞങ്ങൾ കഷ്ടപ്പെട്ട് ചൂണ്ടെടുത്തുണ്ട്. ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ട് അപ്പുറത്ത് നിന്ന് ചേട്ടൻ വന്നാണ് എടുത്തുന്നത്. ഞങ്ങൾക്ക് ഫ്രോഗിലൊന്നും കിട്ടാണ്ട് ഫ്രോഗ് മാറ്റിയിട്ട് സാധാ ഹുക്ക് ഇട്ട്, എന്നിട്ട് അതിന് ഞാനൊന്നിട്ട് ഒന്ന് ഇട്ട് നോക്കണ്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ കുളത്തിട്ടിട്ട് ഞാനുള്ള പിടിച്ചിട്ടേക്കാണ്. എന്നിട്ട് ഒരു രക്ഷയില്ല. മീൻ ബ്രാലിൻ്റെ തൊട്ടടുത്തും ഇട്ടിട്ടു പിടിക്കുള്ള ബ്രാൽ എന്ത് ചെയ്തിട്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒരു ബ്രാല് എന്തോ പറ്റിയിട്ട് തലയൊക്കെ പൊടിഞ്ഞിടക്കണ്ടായിരുന്നു. ജീവനുണ്ട്. ഞങ്ങൾ ഒന്ന് അതിനെ പിടിക്കാൻ നോക്കിയാണ്. പക്ഷെ അതാണ് ഈ ചൂണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാറുള്ള. ഞങ്ങൾ ഫ്രോഗിലെ ഹുക്ക് മാത്രം എടുത്ത് അതിനെ പിടിക്കാൻ നോക്കിയാണ്. അവിടെ എത്തി. അതാണ് ഗൈസ് മീൻ. എൻ്റെ കിറിയൊക്കെ കണ്ടു. ഇല്ലാണ്ടായിരിക്കണം, പാവം ഇടിയുണ്ടാക്കിയതായിരിക്കണം. ഫൈനലി കുറേ നാളുകളുടെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ വന്നിട്ട് ചൂണ്ടിടാൻ തുടങ്ങിയതാണ്. ഉച്ചയായപ്പോഴാണ് ഒരു മീനെ കിട്ടിയത്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഫുഡൊന്നും കഴിച്ചുള്ള ജീവനുണ്ട്. അങ്ങനെ ഫിഷിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയാണ്. കിട്ടിയ മീനെ കൊണ്ടുപോയിട്ട് പൊരിക്കാനാണ് പ്ലാൻ. വളർത്തിക്കഴിഞ്ഞാൽ എന്തായാലും ചത്തു. തലയൊക്കെ എന്തോ മാതിരി പൊളിഞ്ഞിരിക്കുകയാണ്.